കുട്ടികളുടെ കരിയർ ചോയ്സ് പലപ്പോഴും പാരൻസിനെ കൺഫ്യൂസ്ഡ് ആക്കാറുണ്ട്. കാരണം കുട്ടികളൊരു കോഴ്സിന് പോയി ജോയിൻ ചെയ്യും. കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് അവർ ഇതെനിക്ക് പറ്റിയ കോഴ്സല്ല, ഇത് ഭയങ്കര ബോറിംഗ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് തിരിച്ചു വരും. അല്ലെങ്കിൽ അവർ പറയും എനിക്കിനി കുറച്ച് ആലോചിക്കാനുണ്ട്, എനിക്കൊരു കരിയർ ചൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ആ രീതിയിൽ സംസാരിക്കും. അതല്ലെങ്കിൽ നമുക്കൊരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത ഒരു പ്രാക്ടിക്കലാണെന്ന് തോന്നാത്ത പല പല കോഴ്സുകളെ പറ്റിയിട്ടൊക്കെ പറയും. ഇങ്ങനെ ഒരു കരിയർ പോസിബിൾ ആണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ വരുന്നത്. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പാരൻസ് സാധാരണ ആലോചിക്കുക, അവർക്ക് ഫ്രീഡം കൊടുക്കണോ, അതല്ലെങ്കിൽ നമ്മൾ തന്നെ അവരെ കാര്യത്തിൽ തീരുമാനം എടുത്താൽ മതിയോ? ഇങ്ങനെ ഒരു കൺഫ്യൂഷൻ പാരൻസിന് വരാറുണ്ട്. അപ്പോൾ ഇങ്ങനെ കൺഫ്യൂസ്ഡ് ആയിട്ടിരിക്കുന്ന പാരൻസിന് വേണ്ടിയിട്ടുള്ള 5 ടിപ്സാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ട്രയൽ ആൻഡ് എററാണ്. കാരണം നമുക്ക് ഒരിക്കലും ഒരു കാര്യം നമ്മൾ ട്രൈ ചെയ്ത് നോക്കാതെ നമുക്ക് പറ്റിയതാണോ അല്ലയോ, ശരിയാണോ തെറ്റാണോ, ഇതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആ ട്രയൽ ആൻഡ് എററിനുള്ള ഒരു സമയം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. അവർക്ക് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അവർക്ക് പറ്റുമോ ഇല്ലയോ എന്നുള്ളത്. പക്ഷേ അവിടെ അവർ ഒരു കാര്യം ട്രൈ ചെയ്യുന്നു, ഒരു കോഴ്സിൽ അവർ ജോയിൻ ചെയ്യുന്നു, അത് വിടുന്നു, വീണ്ടും മറ്റൊന്നിൽ ജോയിൻ ചെയ്യുന്നു. അങ്ങനെ ഇത് കുറേ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മൾ കൺഫ്യൂസ്ഡ് ആവും. അവർക്ക് ശരിക്കും ഒരു കമ്മിറ്റ്മെൻറ്റ് ഇല്ലാത്തത് കൊണ്ടാണോ, അവർ ശരിക്കും ഹാർഡായിട്ട് ട്രൈ ചെയ്യാത്തത് കൊണ്ടാണോ, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ പോയിട്ട് ഓരോന്ന് നോക്കിയിട്ട് ഇത് പറ്റുമോ അത് പറ്റുമോ നോക്കുന്നതാണോ എന്നുള്ള ആ ഒരു സംശയം നമുക്ക് വരും. പക്ഷെ നമ്മളത് എന്താ പറയുക, ഇപ്പോൾ അവരൊരു ടീനേജ് ആണെങ്കിലും ഒരു 20s ആണെങ്കിലും നമ്മളത് അവർക്ക് കൊടുക്കണം തന്നെയാണ് ഞാൻ പറയുക. അതായത് അവർക്കത് ട്രൈ ചെയ്ത് നോക്കാനും അത് റിയലായിട്ട് അവർക്ക് പറ്റിയതാണോ എന്ന് നോക്കുക. കാരണം അല്ലാതെ അവർ ഒരു കോഴ്സ് സെലക്ട് ചെയ്തു അല്ലെങ്കിൽ ഒരു കാര്യം സെലക്ട് ചെയ്തു, അതുകൊണ്ട് ലൈഫ് ലോങ് അവർ അവിടെ തന്നെ ഇരിക്കണം, അത് അവർക്ക് പറ്റിയതായാലും പറ്റാത്തതാണെങ്കിലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും ബോറിംഗ് ആണെങ്കിലും ഒക്കെ ലൈഫ് അതിനകത്ത് തളച്ചിടണമെന്ന് നമ്മളിപ്പോഴത്തെ കാലത്ത് നമ്മൾ പാരൻസ് എന്ന നിലയിൽ നമ്മൾ ആലോചിക്കില്ല. അപ്പം അവിടെ നമ്മൾ എന്ന് വെച്ചിട്ട് നമ്മൾ ജീവിതകാലം മുഴുവൻ ഇവർക്ക് ട്രയൽ ആൻഡ് എറർ ചെയ്ത് കൊടുക്കുക, 30 വയസ്സായിട്ടും അവരൊരു ചോയ്സ് എടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ അതും ശരിയല്ല. അപ്പോൾ അവിടെയാണ് നമ്മുടെ സെക്കൻഡ് പോയിന്റ് വരുന്നത്. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള ഒരു ഇതെന്താണെന്നുള്ളത് കുട്ടികളെ അറിയിച്ചിരിക്കണം. അതായത് അവരുടെ പഠിത്തത്തിന് വേണ്ടി നമ്മൾ എത്ര എമൗണ്ടാണ് ചിലവാക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്, അല്ലെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതി എന്താണെന്നുള്ളത് കുട്ടികളെ ഒരു ചെറിയ പ്രായത്തിൽ തന്നെ ഒരു 10th എത്തുമ്പോഴത്തേക്കും തന്നെ അവർ കരിയർ ചോയ്സിനെ പറ്റി ആലോചിച്ച് തുടങ്ങുമ്പോൾ തന്നെ എത്ര കാശ് മുടക്കി അവരെ പഠിപ്പിക്കാൻ പറ്റുന്നുള്ളത് നമ്മൾ അവരെ അറിയിച്ചിരിക്കണം. അത് ഇനിയിപ്പോൾ നമ്മൾ നല്ല ഇഷ്ടം പോലെ പൈസ ഉള്ള ഒരാളാണെങ്കിൽ പോലും അവരുടെ പഠിത്തത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചിലവാക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്ന എമൗണ്ട് ഇത്രയാണെന്നുള്ളൊരു ഐഡിയ നമ്മൾ കുട്ടികൾക്ക് കൊടുക്കണം. ഇനി അതല്ല, ഇനി അത് കഴിഞ്ഞിട്ട് അതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരായിട്ട് തന്നെ മാനേജ് ചെയ്യണം എന്നുള്ളതും നമ്മൾ അവരോട് പറഞ്ഞിട്ടുണ്ടാവണം. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, ചിലപ്പോൾ നമുക്ക് തന്നെ അറിയാൻ പറ്റും അവരൊരു കരിയർ ചൂസ് ചെയ്യുമ്പോൾ അവർക്ക് പറ്റിയതല്ല, ഇത് അവരെ കൊണ്ട് പറ്റില്ല, അതല്ലെങ്കിൽ ഇതൊരു നല്ലൊരു ചോയ്സ് അല്ല എന്നൊക്കെ നമുക്ക് അറിയാമെങ്കിലും നമ്മൾ ഒരിക്കലും കുട്ടീനെ നിർബന്ധപൂർവ്വം നീ അത് എടുക്കേണ്ട, അത് നിന്നെക്കൊണ്ട് പറ്റുന്നതല്ല എന്ന് പറഞ്ഞിട്ട് അവർ തിരിച്ചിതാക്കാൻ പാടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ ചൂസ് ചെയ്യണം. അവരുടെ ചോയ്സ് എന്താണെന്നുള്ളത് വെച്ചാൽ അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യണം, അവരെ സപ്പോർട്ട് ചെയ്യണം. അതാണ് ആസ് എ പാരൻറ്റ് നമുക്ക്. ഒരുപക്ഷെ അവരുടെ ചോയ്സ് തെറ്റായിരിക്കാം, എന്നാലും നമ്മളവരെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഒരു പോയിന്റിലെത്തുമ്പോൾ അവർക്ക് മനസ്സിലാകും അവരുടെ ചോയ്സ് തെറ്റായിരുന്നെന്നും അവർക്ക് അപ്പോൾ തിരുത്താനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോഴേ അവരുടെ ലൈഫിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുള്ളൂ. അല്ലാതെ നമ്മൾ പറഞ്ഞിട്ട് ആ ഒരു ചോയ്സിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ ഏതൊരു ഏജ് എത്തിക്കഴിഞ്ഞാലും നമ്മളൊരു ലൈഫിൻ്റെ ഏതൊരു സ്റ്റേജിൽ എത്തിക്കഴിഞ്ഞാൽ അവരെപ്പോഴും ബ്ലെയിം ചെയ്യാൻ നമ്മളെ ആയിരിക്കും. അതല്ലാതെ ആണെങ്കിലും അത് നമ്മൾ ആ ചോയ്സ് എടുത്തത് കൊണ്ട് അല്ലായിരിക്കാം ചിലപ്പോൾ അവർക്കത് ഫെയിലിയർ ആയത്, എന്നാൽ പോലും ചിലപ്പോൾ അവർ നമ്മളെ ബ്ലെയിം ചെയ്ത് കൊണ്ടേയിരിക്കും. എന്ന് വെച്ചിട്ട് നമ്മൾ നമ്മുടെ ഒരു അഭിപ്രായം പറയേണ്ടെന്നല്ല, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ ഇതാണ് എൻ്റെ അഭിപ്രായം, പക്ഷേ തിരഞ്ഞെടുപ്പ് നിൻ്റെതായിരിക്കും എന്ന രീതിയിൽ നമ്മൾ അവരുടെ അടുത്ത് നമ്മുടെ കൺസേൺ എന്താണോ അത് നമ്മൾ അവരുടെ അടുത്ത് വ്യക്തമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ബാക്കി കരിയർ ചൂസ് ചെയ്യുന്നത് അവർ തന്നെ ആയിരിക്കണം. അടുത്ത 4ാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ അവരെടുക്കുന്ന തീരുമാനം തെറ്റായിരിക്കാം. അതിൻ്റെ പേരിൽ അവർ പിന്നെ ഭാവിയിൽ ദുഃഖിക്കുമായിരിക്കാം. അപ്പോൾ വേണമെങ്കിൽ നമ്മൾക്കപ്പോൾ ആലോചിക്കാം, ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് വരുത്തേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, ഞാൻ ഇടപെട്ടിരുന്നെങ്കിൽ എൻ്റെ കുട്ടിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ വരില്ലായിരുന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ തോന്നാം. പക്ഷേ ഏതൊരു മനുഷ്യനാണെങ്കിലും അവരൊരു തെറ്റായ ഒരു ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പേരിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പോൾ നമ്മുടെ കുട്ടിയാണെന്ന് വിചാരിച്ച് അവർ തെറ്റുകളില്ലാത്തൊരു വഴിയിൽ കൂടെ മാത്രമേ പോകാൻ പാടുള്ളൂ, അവരെപ്പോഴും ശരിയായിരിക്കണം, അവർ ചോയ്സ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണം എന്നൊന്നും അർത്ഥമില്ല. അപ്പം അങ്ങനെ ഒരു തെറ്റ് അവർ ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു തെറ്റായ ഒരു ചോയ്സാണ് അവരെടുക്കുന്നത്, അവർക്ക് പറ്റാത്തൊരു കരിയറാണ് അവർ ചൂസ് ചെയ്തെങ്കിൽ അവർക്കത് റിഗ്രറ്റ് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ട്. അത് ആലോചിച്ചിട്ട് നമ്മൾ നേരത്തെ അതിൽ ഇടപെടേണ്ട കാര്യമില്ല. അവർ റിഗ്രറ്റ് ചെയ്യട്ടെ, അവർ തിരുത്തിയിട്ട് അവർ അടുത്ത രീതിയിൽ അത് മുന്നോട്ട് പോകാനുള്ള ഒരു സാഹചര്യം നമ്മളെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ അവരെ സപ്പോർട്ട് ചെയ്യും, അവർക്കതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്യാം.
അവസാനത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടിയാണെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ജീവിച്ചു കൊണ്ടിരിക്കുന്ന അതേ ലൈഫ് സ്റ്റൈലിലുള്ള ഒരു കരിയർ അവർ ചൂസ് ചെയ്യണമെന്ന് ഒരിക്കലും നമുക്ക് നിർബന്ധം പിടിക്കാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ റിച്ചാണ്, നമ്മൾ മന്ത്ലി ലക്ഷങ്ങൾ സമ്പാദിക്കുന്നുണ്ട് എന്ന് വെച്ചിട്ട് നമ്മുടെ കുട്ടി അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു കരിയർ, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോൾ ആ കുട്ടി ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് ഒരിക്കലും ആ കരിയർ എടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് ഉണ്ടാവില്ല എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ഒരിക്കലും അതിനെ നിരുത്സാഹപ്പെടുത്തേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ജീവിച്ച അതേപോലെ തന്നെ നമ്മുടെ കുട്ടി ജീവിക്കണമെന്ന് എവിടെയും നിർബന്ധമില്ല. അപ്പോൾ അവർക്ക് എന്താണോ സന്തോഷം തരുന്നത്, അവർ ചൂസ് ചെയ്യുന്ന കരിയർ എന്താണോ അത് അവർ ചെയ്യട്ടെ. നമ്മൾ വലിയ ബിസിനസ്മാൻ ആണ് എന്ന് വെച്ചിട്ട് നമ്മുടെ കുട്ടിക്ക് ഒരു പ്രൈമറി സ്കൂൾ ടീച്ചർ ആവാനാണ് താല്പര്യം, അവരങ്ങനെ ചെയ്തോട്ടെ എന്ന് വെച്ച്, അല്ലാതെ നമ്മുടെ കൂടെ ബിസിനസ്സിൽ തന്നെ ജോയിൻ ചെയ്യണമെന്ന് പറയാനുള്ള റൈറ്റ് നമുക്കില്ല. അവരവരുടെ ലൈഫ് അവർ ചൂസ് ചെയ്യട്ടെ, അവരുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെ വേണമെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ. ഒരു പക്ഷേ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന ഈ ഒരു ലക്ഷറി ഒന്നും ചിലപ്പോൾ അവരുടെ കരിയർ ചോയ്സ് കാരണം അവർക്ക് ചിലപ്പോൾ അനുഭവിക്കാൻ സാധിച്ചില്ല എന്ന് വരും. എന്നാലും നമ്മളത് അവരുടെ ചോയ്സ് നമ്മൾ റെസ്പെക്റ്റ് ചെയ്തിട്ട് അവരുടെ ലൈഫ് അവർ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മൾ സാഹചര്യം ഉണ്ടാക്കണം. അല്ലാതെ നമ്മളുടെ അതേ ഒരു ലെവലിൽ അവർ ജീവിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിക്കാൻ പാടില്ല. ചിലപ്പം അവർ നമ്മളെക്കാളും കുറഞ്ഞ ലൈഫ് സ്റ്റൈലിലായിരിക്കും ജീവിക്കുന്നത്, ചിലപ്പോൾ അവർ നമ്മളെക്കാളും എത്രയോ മുകളിലേക്ക് പോവുമായിരിക്കും. മുകളിലേക്ക് പോകുന്നത് ആർക്കും ഒരു പ്രശ്നമല്ല, താഴേക്ക് പോകുമ്പോഴാണ് നമുക്ക് ടെൻഷൻ വരുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ആകെ ഒരു കാര്യമേ ഉള്ളൂ, നിനക്കിഷ്ടമുള്ളത് നിൻ്റെ കരിയറാണ്, നിനക്കിഷ്ടമുള്ളതുപോലെ നീ സെലക്ട് ചെയ്തോ, നിൻ്റെ ലൈഫ് നീ തീരുമാനിച്ചോ, ഞങ്ങളെപ്പോഴും നിൻ്റെ കൂടെ ഉണ്ടാവും, നിന്നെ സപ്പോർട്ട് ചെയ്യും. അതുപോലെ നമുക്ക് കുട്ടിക്ക് ഗുഡ് ലക്ക് നേരുക, അവരുടെ കരിയർ എന്താണോ, അവരുടെ ചോയ്സ് എന്താണോ അതിനെ സപ്പോർട്ട് ചെയ്യുക. പക്ഷെ നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ നമ്മൾ പറയുക, നമ്മുടെ ബൗണ്ടറീസ് നമ്മൾ വെക്കുക, അത്രേ. അത് കഴിഞ്ഞിട്ട് കുട്ടിയെ അവരുടെ കരിയർ എന്തായാലും ശരി, അവരുടെ ലൈഫ് എങ്ങനെയായാലും ശരി, അവരുടെ ചോയ്സിനെ റെസ്പെക്റ്റ് ചെയ്തിട്ട് അവരെ സ്നേഹിക്കുക. അതേ ഒരു പാരൻറ്റിന് ചെയ്യാനുള്ളൂ.